മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം വഴിക്കടവ് രണ്ടാം പാടത്ത് ബൈക്കിൽ പുലിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. വഴിക്കടവ് രണ്ടാം പാടം സ്വദേശി പന്താർ അസ്രക്കിനാണ് പരിക്കേറ്റത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞാൻ രാത്രി കടടച്ചിട്ട് വരിനി കടടച്ച് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഫ്രണ്ടിക്കാണ് ചാടി വല്ല ബൈക്കാണ് തട്ടിയിട്ട് ഞാൻ തെറിച്ചിക്കാണ്. പിന്നെ ആ സൈഡിക്കാണ് ഞാൻ പിന്നെ ഓടി കഴിച്ചില്ലാണ്ട് അപ്പുറത്ത് വീട്ടിൽ ചെന്നാണ്ട് അവരെ കൊണത്തിയപ്പോൾ പിന്നെ ബഷീർ അവിടെ നിന്ന് വന്ന് ശരിക്കും കണ്ടിക്കണ്. പുലി തന്നെയാണ്. അങ്ങേ ഭാഗത്ത് ചാടിക്കാണോ അങ്ങോട്ട് വിലം കുറിഞ്ഞിക്കണോ അല്ല തടിച്ചാടിയിട്ട് ഞാൻ തെറിച്ചു പോയി. എൻ്റെ ഹെൽമെറ്റ് ഒരു തല മന്തപ്പോഴേക്കണ്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ജംഷീർ, ഇതെന്താണ് സംഭവിച്ചത്? സാധാരണ രീതിയിൽ വനംവകുപ്പിന്റെ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ ഈ പരിക്കേറ്റ ആൾക്കെതിരെ കേസെടുത്തേക്കാം, പുലിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വല്ലതും ഉണ്ടാവോ? ഇതുവരെ അത്തരത്തിലൊരു കേസെടുത്തോ അറിഞ്ഞിട്ടില്ല. എന്നാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വഴിക്കടവ് രണ്ടാം പാടത്ത് വെച്ച് രണ്ടാം പാടം സ്വദേശിയായ പന്താർ അസ്രക്കിനാണ് പരിക്കേറ്റത്. അസ്രക്ക് ഒരു ബാർബർ ഷോപ്പ് ഉടമയാണ്. അദ്ദേഹം കടയടച്ച് രാത്രിയോടുകൂടി സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകും വഴിയാണ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന പുലി ഈ ബൈക്കിൽ ഇടിച്ചത്. തുടർന്ന് ബൈക്കും അസ്രക്കും തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയത്താണ് ബൈക്കിന്റെ വെളിച്ചത്തിൽ ഇത് പുലിയാണെന്ന് മനസ്സിലാക്കി. പുലി അപ്പോൾ തന്നെ അപ്പുറത്തുള്ള നെല്ലിക്കുത്ത് വനമേഖല ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അസ്രക്ക് ഉടൻ തന്നെ ഓടി സമീപത്തെ വീട്ടിൽ അഭ്യന്തരം തേടുകയായിരുന്നു. തുടർന്ന് കാലിനും മറ്റൊക്കെ പരിക്കേറ്റ അസ്രക്കിനെ ഫോറസ്റ്റ് വാസികളോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അസ്രക്ക് വിവരമറിയിച്ചതിനെ തുടർന്ന് ഇന്നിപ്പോൾ വനം വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി നടത്തിയിട്ടുണ്ട്. കാരണം നാട്ടുകാർ പറയുന്നത് ഈ സമീപ പ്രദേശത്ത് നേരത്തെയും പുലിയെ കണ്ടു എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഈ പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ, അതായത് ടാറിട്ട റോഡാണ്, അതുകൊണ്ട് തന്നെ മറ്റു കാൽപ്പാടുകളൊന്നും കണ്ടിട്ടില്ല. എന്നാൽ അല്പം മാറി ഒരു കാൽപ്പാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പുലിയുടേതാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വനമേഖലയിലേക്ക് പോകുന്ന ഒരു തോട് ഈ പ്രദേശത്തുണ്ട്. ഈ തോട് വഴി ഒരു പക്ഷേ വനത്തിലേക്ക് കയറാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ തോടിന്റെ ഭാഗങ്ങളും മറ്റും ഒക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ അസ്രക്കിന് ആണ് പരിക്കേറ്റിട്ടുള്ളത്. വനംവകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ശരി ജംഷീർ.